എന്താണ് വിരുദ്ധാഹാരം? ഏതെങ്കിലും ഒരു ആഹാരം കഴിച്ചാൽ അത് ഉള്ളിലെത്തി വാതപിത്ത കഫങ്ങളാകുന്ന 3 ദോഷങ്ങളെ പ്രകോപിപ്പിച്ച് രോഗങ്ങൾക്ക് കാരണമാവുകയാണെങ്കിൽ അവയെയാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. ചില ആഹാരവസ്തുക്കൾ ചേരുമ്പോൾ അവ പ്രത്യേകതരം വിഷസ്വഭാവം കാണിക്കുകയും ശരീരത്തിന് ഹാനികരമായി ബാധിക്കുകയും ചെയ്യുന്നു. സംയോഗ വിരുദ്ധം എന്നാൽ തമ്മിൽ യോജിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ദോഷകരമാകുന്നത് എന്നർത്ഥം. ഉഴുന്ന്, പാല്, ചീര, കാബേജ്, പയറ് എന്നിവ ശർക്കര ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. ചെമ്മീനും പാലും, മീനും തൈരും, പുളിരസമുള്ള പഴങ്ങളും പാലും എന്നിവ സംയോഗവിരുദ്ധത്തിന് ഉദാഹരണമാണ്. സംസ്കാര വിരുദ്ധം എന്നാൽ തമ്മിൽ ചേർത്ത് പാകപ്പെടുത്തുമ്പോൾ ദോഷകരമാകുന്നത് എന്നർത്ഥം. കോഴിയിറച്ചിയും തൈരും, പഴുത്തതും പച്ചയുമായ ദ്രവ്യങ്ങൾ, ഉഷ്ണവീര്യവും ശീതവീര്യവുമായ ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം സംസ്കാര വിരുദ്ധത്തിന് ഉദാഹരണമാണ്. മാനവിരുദ്ധം എന്നാൽ തുല്യ അളവിൽ ചില വസ്തുക്കൾ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ദോഷകരമാകുന്നതാണ്. തേനും നെയ്യും തുല്യ അളവിൽ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. വാഴപ്പഴം തൈരിനൊപ്പവും മോരിനൊപ്പവും ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നത്, പാകം ചെയ്തതും ചെയ്യാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ കൂട്ടി ഉപയോഗിക്കുന്നത്, തേന് ചൂടുവെള്ളത്തിനൊപ്പമോ ചൂടുള്ള വസ്തുക്കൾക്കൊപ്പമോ ഉപയോഗിക്കുന്നത് ഇവയെല്ലാം വിരുദ്ധാഹാര രീതിക്ക് ഉദാഹരണങ്ങളാണ്. അമിതമായി ആഹാരം കഴിക്കുന്നതും ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം കഴിക്കുന്നതും ശരീരത്തിന് വിഷതുല്യം തന്നെയാണ്. യഥാവിധി വ്യായാമം ചെയ്യുന്ന ആളുകൾ, നല്ല ദഹനശക്തിയുള്ള യുവാക്കൾക്ക് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ വലിയ ദോഷം ചെയ്തില്ലെന്ന് വരാം. എന്നാൽ ബലം കുറഞ്ഞ ആളുകൾ, ബാലന്മാർ, വൃദ്ധര്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ ഇവർക്കെല്ലാം വിരുദ്ധാഹാരങ്ങൾ വലിയ ദോഷം തന്നെ ചെയ്തേക്കാം.